ഹലോ ദേ നോക്കിയേ മോൻ്റെ ലഞ്ച് ബോക്സിലെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ വീഡിയോ ഫുള്ളായിട്ടും കാണണം. ഒരു സീക്രട്ട് റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ ബിരിയാണി അടിപൊളിയാവാനായിട്ട്. ഹാഫ് kg ചിക്കൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേവി സെറ്റ് ആക്കാനായിട്ട് 4 വലിയ ഉള്ളി 4 തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി ഇത് മൂന്നും കൂടെ പേസ്റ്റ് ആക്കി വെച്ചതും പിന്നെ സൈഡായിട്ട് തേങ്ങയും മല്ലിയിലയും കൂടെ ഞാനിവിടെ ഒന്ന് പേസ്റ്റ് ആക്കി ഒട്ടും വെള്ളം ചേർക്കാതെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് സാധാരണ എല്ലാവരും ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് പിന്നെ കേട് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറേച്ചുള്ളൂ ചേർക്കാവുള്ളൂ, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ പൊരിഞ്ഞ് കിട്ടുള്ളൂ. സാധാരണ രീതിയിൽ മസാല പിടിക്കാനായിട്ട് ഞാൻ അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത് റെസ്റ്റ് ആക്കാൻ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് നീങ്ങാം. ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ അല്ലാട്ട് എടുത്തിരിക്കുന്നത് RCMന്റെ റൈസ് ബാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് എന്തിനാണ് നശിപ്പിക്കുന്നത്? ഇതാവുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള എന്തും ഫ്രൈ ചെയ്ത് കഴിക്കാം. കാരണം എന്താണെന്നറിയോ? 0 കൊളസ്ട്രോൾ ആണ്. ഇനി ബിരിയാണിക്ക് ഇത് യൂസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ വേണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുക്കിങ്ങിന് മാത്രമല്ല ഞാനിത് യൂസ് ചെയ്യുന്നത്, ഹെയറിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. റൈസ് ബാൻ ഓയിൽ ആയതുകൊണ്ടാണ് ഇതിന്റെ കളർ ഈ ഒരു രീതിക്ക് വരുന്നത്. ഇനി വേറൊരു സീക്രട്ട് പറയട്ടെ, ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നറിയോ? ആന്റി ഓക്സിഡന്റ്, ബാലൻസ്ഡ് ഫാറ്റി ആസിഡ്, വെയിറ്റ് മാനേജ്മെന്റ്, ഇമ്മ്യൂണിറ്റി സപ്പോർട്ട്, ബ്ലഡ് പ്രഷർ ആൻഡ് ഷുഗർ ലെവൽസ് ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനേ. ഇനി ധൈര്യമായിട്ട് പോയി മേടിച്ചോ. RCMന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടേ ഞാൻ എന്റെ ബിരിയാണി ഉണ്ടാക്കൽ പ്രോസസ്സിൽ നിന്ന് വിട്ടുപോയി. ചിക്കൻ ഈ രീതിക്കാണ് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം ഡീപ്പായിട്ടുള്ള ഫ്രൈ നമുക്ക് വേണ്ട, മീഡിയം ആയിട്ടുള്ള എന്നാൽ പൊരിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഫ്രൈ ഉണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത്. ഈ രീതിക്ക് പൊരിഞ്ഞാലുള്ളൂ നമുക്ക് ഈ ഒരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിയിലേക്ക് കിട്ടുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിൽ തന്നെ ഞാൻ 4 വലിയ ഉള്ളി കട്ട് ചെയ്തത് ആദ്യം അത് മാത്രം ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് സവാള സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സൈഡായിട്ടുള്ളതെല്ലാം ചേർക്കുന്നതിന് മുമ്പ് സവാള നല്ല പോലെ ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ എങ്കിലും നല്ലപോലെ മൂടി വെച്ചിട്ട് സിമ്മ് സ്ലോയിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. സവോള ഏകദേശം വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചില്ലിയൊക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഞാൻ ഇതിലിട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതൊന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഞാൻ 4 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും അതിൻ്റെ കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. ഇനിയും നമുക്ക് മൂടി വെച്ചതിന് ശേഷം സിമ്മ് സ്ലോയിലിട്ടിട്ട് ഒന്ന് എല്ലാത്തിൻ്റെ ഫ്ലേവർ ഇറങ്ങണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നോക്കിക്കേ, തക്കാളി സവാള എല്ലാം ഒന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നുള്ള ഫ്ലേവറൊക്കെ ഇറങ്ങി നമുക്ക് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്കുള്ള മസാല വേണ്ടേ? അതിന് വേണ്ടി ഞാൻ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി പൊടി, ബിരിയാണി മസാല, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബിരിയാണിയുടെ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മല്ലിയിലയും അതേപോലെ തന്നെ കോക്കനറ്റിൻ്റെ കൂടെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയതുള്ളത് ഈ ഒരു മസാലയിലേക്ക് ഇടുന്നത്. ഏത് കൺസിസ്റ്റൻസിയിലാണോ നമ്മുടെ മസാല ഉള്ളത് ആ രീതിക്ക് മാത്രം ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫുൾ ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഒരു ബിരിയാണിക്കൊരു പുളി ഉണ്ടല്ലോ, ആ ഒരു പുളി രസത്തിന് വേണ്ടി ഞാൻ നാരങ്ങ നീരും കുറച്ച് കേടും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ്, നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്ക് 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇതിന്റെ ഫ്ലേവർ ഒക്കെ എല്ലാത്തിനും പിടിക്കണ്ടേ, നമ്മുടെ ചിക്കന്റെ ഫ്ലേവറും മസാല ഫ്ലേവറും എല്ലാം കൂടെ ഒന്ന് ഒന്നിക്കണ്ടേ. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടി മൂടി വെച്ചാൽ മാത്രമേ കേട്ടോ നമ്മുടെ ഫ്ലേവർ ഇറങ്ങുള്ളൂ. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടോ. ബിരിയാണിക്കുള്ള റൈസ് റെഡി ആക്കണ്ടേ. അപ്പം ഈ ഒരു അളവിലാട്ടോ ഞാൻ ബിരിയാണി എടുത്തിരിക്കുന്നത്. ഇത് ഒറ്റ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒറ്റ കപ്പിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്പിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യും അതേപോലെ തന്നെ നമ്മുടെ RCMന്റെ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകളും സവാള കുറച്ച് കട്ട് ചെയ്തും കൂടെ ആക്കി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കഴുകി വാരി വെച്ച റൈസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഈ ഒരു കളർ ആവുന്നത് വരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ അളവിൽ 2 കപ്പ് വെള്ളം, ആ എടുത്ത അരിയുടെ 2 കപ്പ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് ആ ഒരു വിട്ട് വരുന്ന രീതിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ ചെമ്പിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിൽ തന്നെ ഞാൻ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചോറ് ലെയറാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ദം ചെയ്യുന്ന സമയത്താണ് നമുക്ക് നെയ്യ് അധികമായിട്ട് വേണ്ടത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതാട്ടെ ഞാൻ ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് മണമൊക്കെ കൂടാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. ഇതെന്താ സംഭവം എന്നല്ലേ? ചെറിയ ജീരകം അധികം എടുത്തതിന് ശേഷം ഒരു നുള്ളു പെരിഞ്ചീരകം അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. അത് ഞാൻ ദം ചെയ്തപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ടുണ്ട്. ബിരിയാണിക്ക് ഒരു കളറിന് വേണ്ടി പാലിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കളറും
ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്യൽ പ്രക്രിയ അവസാനിപ്പിക്കാം. ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഏത് നാട്ടിലാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കണ്ണൂരും മലപ്പുറവും എറണാകുളവും എല്ലാവരുടെയും ടച്ചും ഉണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേരെ. എനിക്ക് ഇത്ര ടേസ്റ്റിലൊന്നും ബിരിയാണി വെക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മാക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി വെക്കും. അന്ന് എടുത്ത തീരുമാനമാണ് എനിക്ക് നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ട് പഠിച്ചാണ് കേട്ടോ. ഇനി പൊരിച്ച ബിരിയാണിയുടെ റെസിപ്പി തപ്പി എവിടെയും പോകണ്ട കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതുപോലെ എന്താണെങ്കിലും നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് കമന്റിൽ റിസൾട്ട് അറിയിക്കുക. നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഒരു ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ.